എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. പാലപ്പവും ഇടിയപ്പം, ബ്രെഡ്, അപ്പം, ചപ്പാത്തി ഇതെല്ലാത്തിനും കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കറിയാണിത്. സാധാരണ എല്ലാവർക്കും കറി ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. എന്നും നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും വെക്കാൻ പറ്റുകയില്ല. അതിന് പറ്റിയ ഒരു വെജിറ്റബിൾ കറിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും വേണം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് തൊലി ചെത്തി കഴുകി വെച്ചിരിക്കുന്നത്, 4 ബീൻസ് ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം ഇതുപോലെ വലുപ്പത്തിൽ അരിഞ്ഞതാണ്. ഇതിലും വലുതാക്കിയോ ചെറുതാക്കിയോ ഒക്കെ വേണേലും അരിയുക. ഒരു വലിയ കാരറ്റ് അരിഞ്ഞത്, ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ 4/1, 3 പച്ചമുളക്, ഒരു ചെറിയ കോളിഫ്ലവറിൻ്റെ പകുതി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത്. അതായത് അരമണിക്കൂർ ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് 4-5 പ്രാവശ്യം കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ, ഒരു വലിയ സവാള ചെറുതായി എരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത് ഞാൻ കുരുമുളക് മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം, 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത് ചെറുതായതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത്. 5 ഗ്രാമ്പു, തക്കോലം, ഒരു ഫ്ലവറിൻ്റെ 2 ഇതള്. ഇത് ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ബോൾ സ്പൈസസ് എടുക്കാനില്ലെങ്കിൽ 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, തേങ്ങയുടെ 1-ാം പാല് 2-ാം പാല്. ഇത് ഒരു വലിയ മുറി തേങ്ങയിൽ നിന്ന് 3/4 കപ്പ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്ത 1-ാം പാലും 2 കപ്പ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്ത 2-ാം പാലും, വെള്ളം, വെളിച്ചെണ്ണ, കറിവേപ്പില. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനൊരു കുക്കറിലേക്ക് മാറ്റാം. ബീൻസ്, ഉരുളക്കിഴങ്ങ്, കാരറ്റ്, ക്യാപ്സിക്കം മാത്രം ഇതിൻ്റെ കൂടെ ഇടുന്നില്ല, അത് ഒത്തിരി വെന്തരിഞ്ഞു പോകുകൊണ്ട്. പച്ചമുളക്, ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടാം. കോളിഫ്ലവർ, ഉപ്പ്, ഇതിനാവശ്യമുള്ള ഉപ്പ്, വെള്ളം. ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളമേ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. കറിവേപ്പില കുറച്ച്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കടുകല്ല ഇടുന്നത്, ഈ ഓൾ സ്പൈസസ് എല്ലാം കൂടെയാണ് ഇടുന്നത്. തീ കുറച്ച് വെക്കണം. സ്പൈസസ് എല്ലാം മൂത്ത് നല്ല മണം വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. തീ അല്പം കൂട്ടി വെച്ച് കൊടുക്കാം. സവാളയൊന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. വെജിറ്റബിൾസിന് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം.
സവാള ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തീരെ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരമാണ് കുരുമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട്, പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെയും കൂടെ എരിവ് പോരെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം പൊടികൾ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർക്കാം. ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. അതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവില്ലാത്തതുകൊണ്ടാണ് വെജിറ്റബിൾസിൻ്റെ കൂടെ നേരത്തെ ചേർക്കാതിരുന്നത്. രണ്ടാം പാല് ചേർത്ത് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് വെന്ത വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി ഒഴിച്ചു കൊടുക്കണം. വെന്ത വെള്ളം കളയരുത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. വെജിറ്റബിൾസ് എല്ലാം തന്നെ മുക്കാലും വേവ് കഴിഞ്ഞതാണ്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. കറി ഇപ്പം രണ്ടാം പാലിൽ കിടന്ന് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്നും കൂടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്നാം പാല് ചേർക്കാം. ഇനി തിളക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അതിലേക്ക് 2-3 പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഒരല്പസമയം നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പം നമ്മളിതൊരു 2 മിനിറ്റോളം മൂടി വെച്ചാണ്. ഇനി നോക്കാം. നമ്മുടെ നല്ലൊരു വെജിറ്റബിൾ കറി റെഡിയായി. ഇനി നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ വളരെ നല്ലൊരു കറിയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.